ഞാൻ വേണു പർവ്വത് ഉജ്ജയിനി കൊയിലാണ്ടി യൂട്യൂബ് ചാനൽ ഉടമ. അടുത്ത കാലത്തായിട്ട് രണ്ട് പ്രമുഖ കവികൾ കേരളത്തിലെ, ഒന്ന് സച്ചിദാനന്ദനും മറ്റൊന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാടും രണ്ട് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിനി ഈ സാംസ്കാരിക പരിപാടികളിലൊന്നും പ്രസംഗിക്കാൻ പോകില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ അതേസമയത്തിൽ നമ്മളെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അടുത്ത ദിവസം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഈ എന്നെ ആദരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്തരത്തിലുള്ള പരിപാടികളൊന്നും ഞാനിനി പങ്കെടുക്കില്ല. അപ്പോൾ ഈ രണ്ട് കേരളത്തിലെ സാഹിത്യകാർ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിൽ വളരെ പങ്കുവയ്ക്കുന്ന ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്നുള്ള സ്വാഭാവികമായിട്ട് അന്വേഷണം എൻ്റേതായ തലത്തിൽ ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഈ കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കേവലം കവികൾ മാത്രമല്ല, കേരളത്തിൽ മാറ്റം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന, സാമൂഹികമായിട്ടൊരു മാറ്റം ഒക്കെ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് ഈ പ്രസംഗങ്ങളൊന്നും പ്രസംഗം കൊണ്ട് കഴിയുന്നില്ലാണ്. പ്രസംഗമൊക്കെ ആൾക്കാർ കേട്ട് ഒരു കേൾക്കും, മറുപടി കൂടെ പുറത്തു വിടും, അല്ലാതെ ഒരു കാര്യം അവിടെ നടക്കില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇവരെ ഈ പ്രസംഗം ആദ്യം ഇനി വേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചാൽ, ഇവിടെ കേരളത്തിൽ ഈ പ്രസംഗം കേൾക്കാനൊക്കെ പോകുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷവും ഈ വൈറ്റ് കോളർ ആൾക്കാരാണ്, ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ഒന്നാമത് കേരളത്തിൽ നിന്ന് താമസം സമയത്ത് വൻതോതിൽ അന്യസംസ്ഥാന തൊഴിലാളികളോട് വരികയാണല്ലോ. ഈ കായിക ജോലി, അതായത് മണ്ണുമായി ബന്ധപ്പെട്ട് കായിക ജോലി എടുക്കാൻ കേരളീയർ വളരെയേറെ വിമുഖത കാണിക്കുന്ന സംഭവങ്ങളായി തോന്നുന്നത്. അപ്പോൾ അത്തരം വിമുഖതകളുടെ കേരളത്തിൽ ഒരു ബദലുണ്ടാക്കാൻ, അതായത് മണ്ണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടിൽ വ്യവസായമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് അടിത്തട്ടിൽ നിന്ന് ഒരു ബദലുണ്ടാക്കാനുള്ള സാധ്യത വളരെ ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഇവർക്കിങ്ങനെ ഒരു മടുപ്പ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വൻതോതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ ബീഹാർ ഇലക്ഷനിൽ അതാണ് വന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന, നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. പക്ഷേ കേരളത്തിൽ ഇത്തരം പല സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഒരിക്കലും ഇലക്ഷന് ഇത് ഒരു ഇഷ്യൂ ആയിട്ടില്ല. കാരണം വെച്ചാൽ, ഞാനിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളോട് വേണ്ട ആളായി പേജ് പറഞ്ഞല്ല, നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന ഈ വിഷയത്തിൽ നമുക്ക് കായിക ജോലിയൊന്നും നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ചെയ്താൽ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മളെ മലയാളികൾ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പരിശോധന കൊണ്ടാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി ഇത് സംബന്ധമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മളെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ ദിവസത്തേക്ക് 300 റുപ്യൊക്കെ ജോലി ആയിട്ടാണ് നമ്മളെ ഭക്ഷണം നമുക്ക് അരിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ കുറഞ്ഞ കൂലിക്ക് അരി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അന്നം മുട്ടാത്തത്. നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിച്ചുകൊണ്ടല്ല. ആ അന്നം മുട്ടാത്ത അവസ്ഥ ഈ മറ്റു സംസ്ഥാന തൊഴിലാളികൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെ നിന്നാൽ മതിയോ? നമ്മളിങ്ങനെ അന്യൻ്റെ ഈ പാരസെറ്റും പോലെ മറ്റുള്ള ജനങ്ങൾ സംസ്ഥാനത്തുള്ള ഇത് ആശ്രയിച്ച് കഴിഞ്ഞാൽ മതിയോ എന്ന് എൻ്റെ ചോദ്യമുണ്ടായിരുന്നു. ഞാൻ എൻ്റേതായ ഒരു പരിഹാരം കണ്ടതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അതിനെപ്പറ്റി ഞാനിപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പോൾ ഒരു പാട്ടിൻ്റെ 2 വരി പാടാൻ നോക്കുകയാണ്. ഞാൻ പാട്ടുകാരനല്ല, അപ്പോൾ പഴയ പാട്ടാണ്. അതായത് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, അങ്ങനെ പാട്ട്. ആ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാള സിനിമയിൽ പാട്ടുകൾ, ക്ലാസിക്കൽ പാട്ടുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ക്ലാസിക്കൽ ഇനത്തിൽ പാടുന്ന പാട്ടാണിത്. അപ്പോൾ ഈ പാട്ട് ഏറ്റവും മനോഹരമായിട്ട് പാടാൻ കഴിഞ്ഞിപ്പം സോഷ്യൽ മീഡിയ വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഉണ്ണികൃഷ്ണൻ, നവനീത് ഉണ്ണികൃഷ്ണനാണ് പാടാൻ കഴിയുക. അദ്ദേഹം ഈ മലയാള സിനിമയിലെ പല പാട്ടുകളെ പറ്റിയും അതിൻ്റെ ഓരോ പാട്ടിൻ്റെ ഏത് രാഗമാണ് ഉപയോഗിച്ചാൽ പാടിയത്, ആ രാഗത്തിലെ മറ്റു പാട്ടുകൾ പറഞ്ഞുകൊണ്ട് നല്ല വീഡിയോസ് ഈ കേരളത്തിൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വൻതോതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ദേവരാജ് സംഗീതം, ദേവരാണല്ലോ ഏറ്റവും കൂടുതൽ നല്ല മലയാള തനിമയുള്ള പാട്ട് നടത്തി. അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടിനോടുള്ള താല്പര്യം, ഈ മലയാള പാട്ടിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് നമ്മളെ നാട്ടിലേക്കൊന്ന് കൊണ്ടുവന്നൊരു പാട്ടൊക്കെ പാടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇദ്ദേഹം അമേരിക്കയിലാണ്. ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 5 ലക്ഷം ഉറുപ്പിക കൊണ്ടുവരും ഇയാളെ ഒരു പരിപാടിക്കുന്നത്. അതൊന്നും നമുക്ക് താങ്ങാവുന്ന കാര്യമല്ല. പക്ഷേ ഇയാളുടെ പറയുമ്പോൾ പല കാര്യത്തിൽ നമ്മളിത് കേവലം പാട്ടിന് വേണ്ടിയല്ല, ഈ മുളം പാട്ടിലെ പാഴ്മുളം പാട്ടിൽ നിന്നും പാലാഴി തീർത്തു എന്ന് പറയുന്നത്. അതേപോലെ ഈ മുളയിൽ തന്നെ മനുഷ്യ ജീവിതം നന്നാക്കാനുള്ള ഇവിടുത്തെ ഏറ്റവും പതിതരായ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം നന്നാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടും ഈ മുള ഉപയോഗിക്കുക, ജീവിതം നന്നാക്കിയെടുക്കാനുള്ള ഒരു സംഭവമായിട്ടും നമുക്ക് ഈ മുളയെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ മുള കൊണ്ടാണ് നമ്മൾ ഈ മുള കൊണ്ട് എന്ത് ചെയ്യുന്ന മുളം കട്ടൻ ചെയ്തിട്ട് അതൊരു ജീവിത മാർഗ്ഗമായിട്ടും എല്ലായിട്ടും നമ്മൾ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശയം
ഞാൻ മുന്നോട്ട് വെക്കുകയാണ് ഈ മുളയിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ മുള അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മുളയുണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള പ്രവൃത്തി പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കൂതി ദളിത് ഭാഗത്തുപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ഇയാളെ നമുക്ക് ഇയാൾക്കുണ്ടല്ലോ ഇയാൾ ഉണ്ണികൃഷ്ണൻ നമുക്ക് അദ്ദേഹത്തിന് ഈ ആശയം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റും നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മളെ നാട്ടിലെ വലിയ ഒരു ഈ പാട്ടിൻ്റെ രംഗത്ത് വളരെയേറെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നൊരു വ്യക്തിയാണല്ലോ നമ്മളെ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് ഈ ആശയത്തോട് യോജിപ്പുള്ള സാധനമാണ്. കാരണം ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പണ്ട് കാലത്ത് ഈ മുളമ്പായൊക്കെ മുളം കട്ടൊക്കെ ചെയ്തുകൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു 5 ലക്ഷമൊക്കെ വേണ്ടിവരും. അപ്പോൾ ഈ 5 ലക്ഷത്തിനൊന്നും നമുക്ക് പറ്റില്ല. വില കുറച്ച് സംഭവം ചെയ്യുകയാണെങ്കിൽ ഈ വേടനെയും ഈ പറഞ്ഞ ഇയാളെ കൂടി ഉണ്ണികൃഷ്ണൻ ഒന്നിച്ചൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ കായിക ജോലിയുടെ കാര്യമാണല്ലോ പറഞ്ഞല്ലോ, കായികകലയെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് ഇത്രയും സംഭവം വരുമ്പോൾ കായിക ജോലിക്ക് പ്രാധാന്യം കിട്ടും. സ്വാഭാവികമായി കായികകലയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ തിരുവാതിര തുടുത്തുപുളി പ്രോത്സാഹിപ്പിക്കണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി കായികമായ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേമാതിരി നമ്മൾ കായികമായ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ വേറെ കലയുണ്ടല്ലോ, അതായത് നമ്മളെ കളരിപ്പയറ്റ്. അപ്പോൾ കളരിപ്പയറ്റ് ഞാൻ നമ്മളെ ഉജ്ജയിലും തുടക്കാലത്ത് ഇപ്പോൾ ഇതൊന്നും പോയി കളരിപ്പയറ്റ് തുടങ്ങിയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ വേറെ ഒരു കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട ഒരിതുണ്ട്. അതായത് നമ്മളെ എന്താ പറയണ്ടത്, മറ്റേ തെയ്യത്തിൻ്റെ പുറത്ത് വേറെ സംഭവം നമ്മുടെ നാട്ടിലുള്ളത് പറയുന്നില്ല, അതിന് പേരും പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ പേരാമ്പ്ര റൂട്ടിൽ പേരാമ്പ്ര വടയാർ റൂട്ടിൽ ചാനിയങ്കടവിൻ്റെ അടുത്ത് ഒരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. മുത്തപ്പൻ ക്ഷേത്രത്തിൽ തേവറവള്ളൻ എന്ന് പറഞ്ഞ ഒരാൾ, ഹരിജൻ അല്ലെങ്കിൽ ദളിതൻ, അവൻ കച്ചവടം കളരിപ്പയറ്റിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ മുത്തപ്പൻ ദൈവത്തിൻ്റെ അടുത്ത് ഉത്സവത്തോടൊപ്പം നടക്കുന്നതിൽ ഈ തേവറവള്ളൻ വെള്ളാട്ടെന്നാണ് പറയുക, തേവറവള്ളൻ വെള്ളാട്ടത്ത്. അപ്പോൾ നമുക്കെന്ത് വെച്ചാൽ ഈ പരിപാടിയുടെ കൂടെ ഈ കായികകലയെ പ്രോത്സാഹിപ്പിക്കാനും കളരിപ്പയറ്റിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടി തന്നെ നമുക്ക് ഒരു തേവറവള്ളൻ വെള്ളാട്ട് ഈ പരിപാടി കൂടെ നമുക്ക് നടത്തിയാൽ അത് നമ്മളെ കായിക ജോലിയെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകും. ഈ കവികളെ കാര്യം, അതായത് കവിത ഈ മുളമ്പായിൽ ആവിഷ്കരിക്കുന്നത്, ചിത്രം വരയ്ക്കുന്ന ഇവരോട് ഇതിനോട് കവികൾ ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ മലയാളത്തിലെ പ്രമുഖ കവികളൊക്കെ ഈ മുളമ്പായിൽ ആവിഷ്കരിച്ച് പല കൂടി നമ്മളിവിടെ അനുബന്ധമായിട്ടുണ്ട്. പിന്നെ ഇത് സംബന്ധമായിട്ട് പല സംസ്ഥാനം നമ്മൾ ഇതുണ്ടല്ലോ, ഇത് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെയുള്ള ഇവരെ ആരാണ് നടത്തുന്നത് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 30 വയസ്സ് കഴിഞ്ഞ നിർമ്മാണ തൊഴിലാളികൾ. നിർമ്മാണ തൊഴിലാളികൾ ഓൾറെഡി നിർമ്മാണ തൊഴിലാളികളല്ല, അപ്പോൾ അവർക്ക് വേട്ടയിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ടെങ്കിൽ ആഴ്ച ദിവസം ഒന്നാം തീയതി ബാക്കി ദിവസങ്ങൾക്ക് പഠിക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. ഈ നിർമ്മാണ തൊഴിലാളികൾ, അവിവാഹിതരായ നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ മണക്കാട്ട് രാജ ജനസ്പരുടെ വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് വേറെ വിഷയം വരുന്നത് വെച്ചാൽ ഇവരുണ്ടല്ലോ ഈ പറഞ്ഞ അവിവാഹിതർ, അവർ 2 കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മളിവിടെ വന്ന വിവാഹം കഴിക്കുമായിരിക്കും, നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അവരുടെ താല്പര്യമുണ്ടല്ലോ. പക്ഷേ ഈ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെ നാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പള്ളിയിലച്ഛൻ നമ്മളെ സന്യാസി ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ ആ രംഗത്തേക്ക് സ്വയം സന്നദ്ധമായി വന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിലേക്ക് അവർ വന്നു പെട്ടതാണ്. അപ്പോൾ ആ വന്നു പെട്ടതിന് നമ്മൾ ക്രിയേറ്റീവായി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പള്ളിയിലച്ഛന്മാർ നമ്മളെ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ അവിവാഹിതരായിട്ട് സാമൂഹ്യപ്പെട്ടിട്ടുണ്ട്. കുറേ കൂടി ഫലപ്രദമായി നടത്താൻ പറ്റില്ലോ. അപ്പോൾ ഇതിൽ ഒരു പരിപാടി കൂടി വേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് വേടൻ എന്ന് പറഞ്ഞു പരിപാടി അവിടെ നടത്തുകയാണെങ്കിൽ ഭയങ്കര ജനങ്ങളുണ്ടാകും. അപ്പോൾ ജനങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തെങ്ങിൻ്റെ തയ്യൊക്കെ കിട്ടും, അത് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഈ പരിപാടി ഉജ്ജയിൽ വെച്ച് പരിപാടി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മിക്കവാറും കൊയിലാണ്ടി നടത്തുകയാണെങ്കിൽ കൊയിലാണ്ടി ബോയ്സ് സ്കൂളിലേക്ക് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരും. ഇപ്പം ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 2 പരിപാടി മുൻപ് ഞാൻ എൻ്റെ ബന്ധപ്പെട്ടായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ഫുട്ബോൾ കാൽപന്ത് നമുക്കറിയാം, തലപ്പന്ത് എന്ന സാധനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട് കാലത്ത്. എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം നശിച്ചുപോയി. അപ്പോൾ അത് കോഴിക്കോട് ചില ഏരിയകളിൽ ഇപ്പോൾ അത് ചെറുതായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തലപ്പന്തിൻ്റെ ഒരു മാച്ച് ഇവിടെ കൊയിലാണ്ടി നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് ഹോസ്പിറ്റൽ ഞാൻ പണ്ട് നടത്തിയിട്ടുണ്ട്.
കൂട്ടത്തിൽ അത് നല്ല ഒരു ഇതാണ്. കാരണം ഈ മലയാള അല്ല കേരള ക്രിക്കറ്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റുകാർ വളരെ ബന്ധമുള്ള ഒരു കളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് നടത്തിയാൽ നമ്മൾ നാടൻ കളിയുടെ നടത്തിയ തരക്കേടും തന്നെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞാൽ, അപ്പോൾ ഈ അവിവാഹിതർ ഇതിൽ ഒരു പ്രാധാന്യം കൊടുത്ത് അവരെ ഒരു സന്യാസമായ ജീവിതം പോലെ ഒരു സാധനം ആക്കിയെടുത്താൽ കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി ഇവർക്ക് ഈ ആശയത്തോട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഈ നമ്മുടെ മൊബൈൽ ഈ ചർച്ച ആരംഭിച്ചത് നമ്മളെ മറ്റേ സച്ചിദാനന്ദനെ പറ്റിയും മറ്റ് ഇയാളെ സംബന്ധിച്ചാണല്ലോ. അവരോട് എല്ലാവിധ അവർ ഈ ആശയത്തിന് എല്ലാവിധ സപ്പോർട്ട് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഈ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ, അതായത് നവനീത് ഉണ്ണികൃഷ്ണൻ്റെ കാര്യം ഞാൻ NGS സാറാണ് എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3-4 ലിങ്ക് ഞാൻ ഇതിലൂടെ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഒന്നാമതായിട്ട് നമ്മളെ ഇതുണ്ടല്ലോ, ഇവിടെ ഞാൻ പണ്ട് നടത്തിയ വീഡിയോ, അതായത് ഇയാളുണ്ടല്ലോ സാഹിത്യകാരൻ നമ്മളെ സാനു സാറ് ബന്ധപ്പെട്ട ഒരു വീഡിയോ. അതിലാണ് നമ്മൾ ഈ മുളം കട്ടത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ കേളുക്കുട്ടി മ്യൂസിയുടെ വീഡിയോ, അതിൻ്റെ വിപണനം ആയി ബന്ധപ്പെട്ടിട്ടാണ് കേളുക്കുട്ടി മ്യൂസിയുടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മളെ ഉജ്ജയിനത്തിൽ നടന്ന ഇയാളുണ്ടല്ലോ നമ്മുടെ മണക്കാട്ട് രാജ അനുസ്മര പരിപാടി. ആ പരിപാടിയിലാണ് നമ്മൾ എങ്ങനെയാണ് ഈ നമ്മൾ വൈറ്റ് നമ്മളെ ഇവിടെ പെണ്ണുങ്ങൾക്കല്ല ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയിൽ വൈറ്റ് കോളർ സംസ്കാരം ഇദ്ദേഹത്തിൽ അവരെ ബാധിച്ചു എന്ന് അതിൽ പരാമർശിക്കുന്നുണ്ട്. നാലാമതായിട്ട് പിന്നെ നമ്മളെ ഒരു വീഡിയോ ഞാനെന്ന് വെച്ചാൽ ഒരു ഇതുണ്ട്, ഈ കുറ്റ്യാടി കല്യാണത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ അവിവാഹിതരായ ആൾക്കാരെ പരാമർശിക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ് ഇതിനെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കുറേ മനസ്സിലാവും വിചാരിക്കുന്നു. സച്ചിദാനന്ദനും അതുപോലെ തന്നെ നമ്മുടെ ഇയാളെ മറ്റേ ബാലചന്ദ്രൻ ചുള്ളിയോട് എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മുളംകട്ടനിലേക്കും 2 വർഷം മുളംകട്ടനിലേക്കും പിന്നെ വാഴയ്ക്കാറ്റുമാണോ പറയും 2 കൈത്തൊഴിൽ കിട്ടിയ ശേഷം അടുത്ത വർഷം മുതൽ കൈത്തൊഴിലിനോടൊപ്പം, അതായത് ജൈവകൃഷി, പിന്നെ പശുപരിപാലനം, കോഴിക്കൃഷി, ആട് കൃഷി, പിന്നെ നമ്മുടെ ചെമ്മീൻ കൃഷി, പിന്നെ മത്സ്യകൃഷി തുടങ്ങി, പിന്നെ ഔഷധസസ്യകൃഷി, പിന്നെ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം നമുക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ, കൈത്തൊഴിലുള്ള ട്രെയിനിങ് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ വളരെ ഈസിയായി പറ്റി അപേക്ഷിച്ച് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാനു സാർ 19/8/2025, മണക്കാട്ട് രാജൻ 29/8/2025, MGS നാരായൺ 21/6/2025, കുറ്റ്യാടി കല്യാണം 5/6/2025, കേളുക്കുട്ടി മേശ്രി 26/10/2025.